മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹോസ്റ്റലിൽ 2 കായിക വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ സായ് അഥവാ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളിൽ ഒരാളായ സാന്ദ്രയുടെ ബന്ധുക്കൾ സായ് സെന്ററിൽ നിൽക്കാൻ കഴിയുന്നില്ലെന്ന് സാന്ദ്ര നിരന്തരം പരാതി പറയുമായിരുന്നുവെന്ന് വീട്ടുകാർ അറിയിച്ചു. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്ത സാന്ദ്രയും വൈഷ്ണവിയും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നില്ല എന്നും ബന്ധുക്കൾ പറഞ്ഞു. 2 കുട്ടികളുടെയും ആത്മഹത്യാ കുറിപ്പിലും ഒരേ കയ്യക്ഷരമാണ് എന്നും ബന്ധുക്കൾ ആരോപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. ദിവസേനയുള്ള പരിശീലന പരിപാടിയിൽ ഇരുവരും പങ്കെടുക്കാത്തതിനെ തുടർന്ന് മറ്റ് വിദ്യാർത്ഥികൾ മുറിയിലേക്ക് അന്വേഷിച്ചെത്തുകയായിരുന്നു. കതക് അടങ്ങിയ നിലയിൽ കണ്ടതോടെ ജനലിലൂടെ നോക്കിയപ്പോഴാണ് ഇരുവരെയും ഒരു മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ പോക്കറ്റിൽ നിന്ന് മരിച്ച 2 കുട്ടികളുടെയും പോക്കറ്റിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പുകൾ കണ്ടെത്തി എന്നുള്ള വിവരം പുറത്തുവരുന്നത്. ആത്മഹത്യാ കുറിപ്പുകളിൽ ഉണ്ടായിരുന്നത് ഒരേ ഒരു വാചകം മാത്രമാണ് എന്നും പറയുന്നു. അച്ഛനും അമ്മയും ഞങ്ങളോട് ക്ഷമിക്കണം എന്നുള്ള ഒറ്റ വാചകം മാത്രമാണ് ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടായിരുന്നതെന്നാണ് ഇന്നലെ പുറത്തു വന്ന വിവരം. ഇപ്പോൾ ആ കേസിലാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആ ഹോസ്റ്റലിനെതിരെ ബന്ധുക്കൾ ആരോപണം ഉയർത്തിയിരിക്കുന്നത്. ആത്മഹത്യ ചെയ്ത സാന്ദ്രയുടെ ബന്ധുക്കളാണ് ഇത്തരത്തിലൊരു ആരോപണം മുന്നോട്ട് വച്ചിരിക്കുന്നത്. സെന്ററിൽ നിൽക്കാൻ അല്ലെങ്കിൽ അവിടെ സായിയുടെ ഹോസ്റ്റലിൽ തുടരാൻ കഴിയുന്നില്ലെന്ന് സാന്ദ്ര നിരന്തരം വീട്ടിൽ പറയുമായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ വെളിപ്പെടുത്തൽ. അതുപോലെ തന്നെ മറ്റൊരു ഗുരുതര ആരോപണം കൂടി അവർ പറയുന്നുണ്ട്. 2 കുട്ടികളിൽ നിന്നും കണ്ടെടുത്ത ആത്മഹത്യാ കുറിപ്പിലുള്ളത് ഒരേ കയ്യക്ഷരമാണ് എന്നും ബന്ധുക്കൾ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്.